ശബരിമല കൊടിമരത്തിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കൊള്ള അതിൽ UDFനോ അല്ലെങ്കിൽ അന്നത്തെ നേതാക്കൾക്കോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ തവണ ചെയ്തു. അത് ഏത് രീതിയിലാണ് ഈ കൊടിമരം മാറ്റേണ്ടത് എന്ന ദേവപ്രശ്നത്തിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ. നിലവിൽ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് എവിടെ പോയി ഈ സ്വർണം, അതായത് 233 ഗ്രാം സ്വർണം എവിടെ എന്നുള്ളതാണ്. ഈ 233 ഗ്രാം സ്വർണത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ രേഖകൾ കൊണ്ട് കാണുന്നത് ഇതിൻ്റെ അകത്ത് UDF ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും എവിടെയും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ട്, ഇതിൻ്റെ അത് ആധികാരികമായിട്ട് തന്നെ അവിടെ വന്ന സ്വർണവും അത് ആരൊക്കെ എന്തൊക്കെ കൊടുത്തോ വ്യക്തമായിട്ട് ഹൈക്കോടതി നിയമിച്ച 3 പേർ ചേർന്ന് അല്ലെങ്കിൽ 4 പേർ ചേർന്ന് അത് റെക്കോർഡാക്കിയിട്ടുണ്ട്. അതായത് ഹൈക്കോടതി പറഞ്ഞത് എന്താണ്, വിധി പറഞ്ഞത് എന്താണ്, ഈ കൊടിമരം മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം കൊടുത്തത് Annexed D order and that the construction should be undertaken in the manner stated in paragraph 2 thereon under the supervision of Thiruvabaranam Commissioner, Devasam Chief Engineer General and Advocate ASP കുറുപ്പ്. ഈ 3 പേരുടെ നേതൃത്വത്തിലാണ് അവിടെ ഇതൊക്കെ നടത്തേണ്ടത്. ഈ പറയുന്ന കൊടിമരം മാറ്റി പുതിയ കൊടിമരം കൊണ്ടുവരേണ്ട പരിപൂർണ ഉത്തരവാദിത്വം അവർക്കാണ്, അവരുടെ മേൽനോട്ടത്തിലാണ്. അതെ, അവരുടെ മേൽനോട്ടം അവർക്കാണ് ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡിനില്ല. ദേവസ്വം ബോർഡിന്റെ കൺട്രോളിൽ നിന്ന് പോയി. ഇപ്പം SIT ആരുടെ കൺട്രോളിലാണ്? ഇപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിയുടെ കൺട്രോളിലാണ്. പിണറായിന്റെ കീഴിലുള്ള പോലീസാണെങ്കിലും അവർക്ക് ഉത്തരവാദിത്വം ആരോടാണ്? ഹൈക്കോടതിനോടാണ്, DGPനോടൊന്നല്ല. റിപ്പോർട്ടൊക്കെ സാധാരണ പോലെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ളപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ അവർക്ക് മാത്രമാണ് ഉത്തരവ്. അവർ മേൽനോട്ടം വഹിക്കണം. ഇപ്പൊ എന്തെങ്കിലും കാണാതെ ആയാൽ ആർക്കാ ഉത്തരവാദിത്തം വരിക? ഈ 3 പേർക്കാണ്. കൂടാതെ അന്നത്തെ എല്ലാ ഇത്തരം കാര്യങ്ങളിലും പ്രധാന ചടങ്ങുകളിലും മേൽനോട്ടം വഹിക്കേണ്ട ആരാണോ അറിയോ? സ്പെഷ്യൽ കമ്മീഷണറാണ്. അതാരാണ്? പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജഡ്ജാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജഡ്ജും അടക്കം ഈ 4 പേരുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. ഇവിടെ എത്ര 260 ഗ്രാം സ്വർണം കാണാതെ എന്നാണോ പറയുന്നത്? അതെന്താണെന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ കിട്ടിയ സ്വർണത്തിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. അത് ഇതിനകത്ത് ഈ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പൂർണ്ണ ചെലവിൽ തിരുവാഭരണം കമ്മീഷണർ S പാർവതി, ചീഫ് എഞ്ചിനീയർ G മുരളീകൃഷ്ണൻ, അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണ കൊടിമരം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത് ആര്? ഹൈക്കോടതി. സൂചന 3 പ്രകാരം കോപ്പർ, ഗ്രാനൈറ്റ് ആൻഡ് കോൾഡ് പ്ലേറ്റിംഗ് എന്നീ വർക്കുകൾക്കായി ശ്രീ അനന്തൻ ആചാരി പരിമല, ശ്രീ സദാശിവൻ ആചാരി ചെങ്ങന്നൂർ, ബാലകൃഷ്ണ ആചാരി മധുരൈ എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നതുമാണ്. അത് പ്രകാരം സ്വർണ്ണ കൊടിമരത്തിന്റെ വാഹനം, അഷ്ടദിക് പാലകർ എന്നിവ 13/3/2017 അനന്തൻ ആചാര്യയുടെ പരിമലയിലുള്ള പണിശാലയിൽ വെച്ച് പാർക്കുകയും കൊടിമരത്തിന്റെ സ്വർണ്ണപ്പണികൾ പമ്പയിൽ ഗസ്റ്റ് ഹൗസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക പണിശാലയിൽ വെച്ച് നടത്തിയിട്ടുള്ളതുമാണ്. പണികൾ ആരംഭിച്ചതു മുതൽ ചീഫ് എഞ്ചിനീയർ ജനറൽ, ചീഫ് വിജിലൻസ് ഓഫീസർ, അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നിവരുടെ സാന്നിധ്യം ലഭിച്ചിട്ടുള്ളതാണ്. എന്ത് കാര്യം നടന്നു അവരാണ് ഉത്തരവാദിത്തം. കൊടിമരത്തിന്റെ ചെമ്പുപറകളുടെയും മറ്റു ഉരുപ്പടികളുടെയും നിർമ്മാണത്തിന്റെ ആവശ്യത്തിലേക്ക് ദേവസ്വം ബോർഡ് ഓഫീസിലെ 20/12/2016 ROC 852/15M നമ്പർ ഉത്തരവ് പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ സ്റ്റോക്കിൽ നിന്ന് 1 കിലോ 960 ഗ്രാം വെള്ളി കോൺട്രാക്ടർ PP അനന്തൻ ആചാര്യെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അഷ്ടദിക് പാലകർ വാഹനം എന്നിവ വാർക്കുന്നതിലേക്ക് കൊടിമരത്തിന് മുകളിൽ വെക്കുന്ന സാധനമാണ്. ദേവസ്വം ബോർഡ് ഓഫീസിലെ 8/3/2017 ROC 852/15M നമ്പർ ഉത്തരവ് പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ സ്റ്റോക്കിൽ നിന്ന് 15 കിലോ വെള്ളിയും കോൺട്രാക്ടർ PP അനന്തൻ ആചാര്യെ ഏൽപ്പിക്കുകയും 30 കിലോ ചെമ്പും കൂടി ചേർത്ത് ആകെ 45 കിലോ ഉപയോഗിച്ച് ഐറ്റങ്ങൾ വാർത്ത് കഴിഞ്ഞപ്പോൾ 36 കിലോ 744 ഗ്രാം തൂക്കം കാണപ്പെടുകയും 1 കിലോ 25 ഗ്രാം ഉരുക്ക് ശിഷ്ടം കഴിച്ച് 7 കിലോ 231 ഗ്രാം പണിക്കുറവ് വന്നിട്ടുള്ളതാണ്.
പമ്പയിൽ സ്വർണ്ണപ്പണികൾ തുടങ്ങിയ തീയതി മുതൽ അവസാനം വരെയും ഓരോ ദിവസവും പ്രത്യേകം വിശദമായ മഹസൂറുകൾ തയ്യാറാക്കിയിട്ടുള്ളതും സ്വർണം പൂശിയ ഉരുപ്പടികൾ പോളിഷ് ചെയ്ത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തൂക്കം തിട്ടപ്പെടുത്തി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും മുഴുവൻ ഉരുപ്പടികളും സ്വർണം പൂശിയ ശേഷം ഈ ഉരുപ്പടികളെല്ലാം ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിച്ച് ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിക്കുകയും അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ്, അനന്തനാചാരി എന്നിവരുടെ മേൽനോട്ടത്തിൽ കൊടിമരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സ്വർണം കൊടിമര നിർമ്മാണത്തോടൊപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ 4 അമ്പലത്തിന്റെയും ബലിക്കൽ പുരയുടെയും മുകളിൽ സ്ഥാപിച്ചിരുന്ന 8 താഴെക്കുടങ്ങളും ദേവസ്വം ബോർഡ് ഓഫീസിലെ 17/4/2017 ROC 882/15M നമ്പർ ഉത്തരവ് പ്രകാരം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്കിൽ നിന്നും 600 ഗ്രാം തങ്കം ഉപയോഗിച്ച് കേടുപാടുകൾ തീർത്ത് സ്വർണം പൂശിയിട്ടുള്ളതാണ്. സ്വർണ്ണ കൊടിമരത്തിനും താഴെക്കുടത്തിനും ഉപയോഗിച്ച തങ്കത്തിന്റെയും വിവര ചുവടെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ടോട്ടൽ എത്ര അറിയോ കാണിച്ചിരിക്കുന്നത്? 9161 ഗ്രാം 9 കൊടിമരത്തിന്റെ ഉരുപ്പടി തങ്കം പൂശിയതിനെ ഉപയോഗിച്ച തങ്കത്തിന്റെ വിവരം 22/3/2017 SBI കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്ന് വാങ്ങിയത് 9161 ഗ്രാം. 2 വിവിധ തീയതികളിലായി ഭക്തജനങ്ങളിൽ നിന്ന് ലഭിച്ച തങ്കം 5/6/2017 80.49 ഗ്രാം, 10/6/2017 246.52 ഗ്രാം, 11/6/2017 5 ഗ്രാം, 15/6/2017 5 ഗ്രാം, 16/6/2017 25 ഗ്രാം, 19/6/2017 50 ഗ്രാം. ടോട്ടൽ 9573 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അതില് കൊടിമരത്തിന്റെ പണിക്ക് ഉപയോഗിച്ച തങ്കം 9340 ഗ്രാമാണ്, 0.2 ഗ്രാമാണ്. ബാക്കി വന്ന തങ്കം 232.810 ഗ്രാമാണ്. താഴെക്കുടത്തിന് ഉപയോഗിച്ച തങ്കം 116 പണിക്കുറവ് 116 ഗ്രാം. താഴെക്കുടത്തിന് ഉരുപ്പടികൾ തങ്കം പൂശിയതിന്റെ വിവരമുണ്ട്. അതായത് ടോട്ടൽ 9573 ഗ്രാം തങ്കമാണ് കിട്ടിയത്. അതായത് 9161 412 ഗ്രാം കിട്ടിയതും. അങ്ങനെ അതിന്റെ കണക്കെല്ലാം കഴിഞ്ഞിട്ട് താഴെക്കുടത്തിന് ഉരുപ്പടികൾ തങ്കം പൂശിയതിനെ ഉപയോഗിച്ച തങ്കത്തിന്റെ വിവരം 8/6/2017 തിരുവാഭരണം കമ്മീഷണർ സ്റ്റോക്കിൽ നിന്നെടുത്ത 600 ഗ്രാം. കൊടിമരത്തിന് ഉപയോഗത്തിന് ശേഷം ലഭിച്ചത് 116 മില്ലിഗ്രാം. ആകെ വരവ് 716.100 മില്ലിഗ്രാം. താഴെക്കുടത്തിന് തങ്കം പൂശിയതിന് ഉപയോഗിച്ചത് 681.2960 ഗ്രാം. തങ്ക ഫോയിൽസ് ബാലൻസ് 6.230, ടോട്ടൽ 686.49 ഗ്രാം. പണിക്കുറവ് 29.610 ഗ്രാം. മണ്ണ്, ചാരം, മെഴുക്, മർക്കറി ഒരുക്കിയപ്പോൾ ലഭിച്ചത് 17.07 മില്ലിഗ്രാം. കൊടിമരത്തിന്റെയും താഴെക്കുടത്തിന്റെയും പണികൾക്ക് ശേഷം പണിസ്ഥലത്തെ മണ്ണ്, ചാരം, മെർക്കുറി, മെഴുക് എന്നിവ അരിച്ചു ചൂടാക്കി ഒരുക്കിയപ്പോൾ ലഭിച്ച 17 ഗ്രാം 0.070 ഗ്രാം മില്ലിഗ്രാം സ്വർണം മുദ്ര പൊത്തിവാക്കിയും വാഹന അഷ്ടദിക്പാലകർ എന്നിവ വാർത്തു കഴിഞ്ഞപ്പോൾ ലഭിച്ച 1 കിലോ 0.25 ഗ്രാം. ഉരുക്ക് ശിഷ്ടവും പണിശാല പൂർത്തിയാക്കിയപ്പോൾ ലഭിച്ച മണ്ണ്, ബാക്കി വന്ന 4 തങ്ക ഫോയിലുകൾ തുടങ്ങിയ ബുക്ക് 1 ഉപയോഗശേഷം മിച്ചം വന്ന തങ്കം പൂശിയ റിബേറ്റുകൾ, മണിനാക്ക് 1 എന്നിവയും ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ഇതെവിടെ സൂക്ഷിച്ചുള്ളത്? സ്ട്രോങ് റൂമിലാണ്. റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ആരാ ഒപ്പിട്ടിരിക്കുന്ന അറിയാമോ? തിരുവാഭരണം കമ്മീഷണർ ഒപ്പിട്ടിട്ടുള്ള പകർപ്പാണിത്. അതായത് ഇവരുടെ മേൽനോട്ടത്തിൽ ഉള്ള സാധനം തിരുവാഭരണം കമ്മീഷണർ. ഇതിൻ്റെ അകത്ത് ഇതിന് റെസീറ്റ് കൊടുത്തില്ല എന്നുള്ള കംപ്ലൈന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്ത അവരാണുള്ളതിന്റെ 9161 ഗ്രാം അവർക്ക് റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്റെ അന്വേഷണത്തിൽ അങ്ങനെ റെസീറ്റേ കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. ഇത് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് സിസ്റ്റം. അവിടെയൊക്കെ ഈ ഇതിലോട്ടല്ല ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത് എങ്ങനെയാ? ആരെങ്കിലും നോക്കിയിട്ടാണോ? അതേപോലെയാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അതിന് പ്രത്യേക റെസീറ്റ് കൊടുക്കില്ല. പകരം അവർ മഹസറിൽ തയ്യാറാക്കി ഇങ്ങനെ രേഖപ്പെടുത്തും. പിന്നെ എവിടെയാണ് ഇതിനകത്ത് UDF ഭരണകാലത്ത് കുഴപ്പമുണ്ടാക്കി എന്ന് പറയുന്നത്? ഇത് തീരുമാനം എടുത്ത UDF ഭരണകാലത്തല്ല. ഈ പറയുന്ന എന്താണ് ഇയാളുടെ പേര്, അതായത് നമ്മൾ ഈ ദേവപ്രശ്നം ആ സമയത്തുള്ള ഭരണസമിതി അല്ല, അതിനുശേഷമാണ് ഇവര് പോലും വരുന്നത്. അതെ, അത് ഹൈക്കോടതി തീരുമാനിച്ച പ്രകാരമാണ് ഇവര് വരുന്നത്. ഇവരുള്ള സമയത്ത് ഇവര് നോക്കിക്കാനേ പറ്റുള്ളൂ. ആർക്കാ ഉത്തരവാദിത്തം ഹൈക്കോടതി കൊടുത്തത്? ഈ 3 പേർക്കാണ്. പ്ലസ് സ്പെഷ്യൽ കമ്മീഷണർ, അവിടുത്തെ ജഡ്ജും ഉണ്ട്. അപ്പം ഇവരെ എന്തെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ, കിട്ടണമെങ്കിൽ ഇവരെ 4 പേരും ചോദ്യം ചെയ്യണം. എന്നിട്ട് അവര് പറയാണ്
അജയ് തറയിലും അതേപോലെ അന്നത്തെ ഒരു CPM നേതാവുണ്ട് അതില്, അവരും കൂടെ അതിനകത്ത് ആ പ്രതികളാണെന്ന് പറയുകയാണെങ്കിൽ അവരും ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുള്ളൂ. ഇവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ഇത് വെറുതെ കെട്ടുകഥ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? ഇപ്പം വളരെ ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. അയ്യപ്പ കൊള്ളയും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഏറ്റവും പറഞ്ഞത് എന്താ അറിയോ, ഇത് കോൺഗ്രസും CPM അല്ലേ ഇതിനകത്ത് ഭരണസമിതിയിലുള്ളത്. എന്നാൽ നമ്മുടെ സുരേഷ് ഗോപി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധേയമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എന്തായാലും ഇവിടെ UDF ഭരണകാലത്ത് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാര് ഒരു തരത്തിലും ഇതിനകത്ത് പ്രതികളായി വരാനുള്ള ഒരു സൂചനയും തെളിവും അതിനകത്തില്ല. നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെനക്കെട്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. പകരം അവിടുത്തെ എല്ലാ വിവരങ്ങളും ഡാറ്റാസും ഇവിടെ റെക്കോർഡിക്കലി 4 പേർക്കാണ് ഉത്തരവാദിത്തം. അവരുടെ മേലാണ് എല്ലാ കാര്യങ്ങളും വരിക. അത് ഹൈക്കോടതി ഉത്തരവാദിത്തം. അതിനെ ചാലഞ്ച് ചെയ്യാൻ SIT അല്ല, അതിലപ്പുറത്തെ ആര് ചോദിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ് നിയമം. ആ നിയമം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം.